ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ പാറുവിൻ്റെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ചെയ്യണം കേട്ടോ. 2 ഇയർ ഓൾഡിൻ്റെ ജസ്റ്റ് ഒരു റെഗുലർ ചെക്കപ്പ് വിസിറ്റാണ്. അപ്പോൾ ഞാനും പാറും കൂടി ഇന്ന് അതിന് പോവാണ്. എൻ്റെ കാറ് കറക്റ്റ് സമയത്ത് തന്നെ സർവീസിന് കൊടുത്തോണ്ട് ഞാനും പാറും ഇന്ന് ഊബറിനാണ് പോണത്. ദിവസം വർക്ക് വേഗം തീർത്തിട്ട് വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് നേരത്തെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സമയത്തിന് എത്തും തോന്നില്ല, നിങ്ങൾ നേരം വൈകാൻ്റെ ഒരു കാര്യം ചെയ്തു, ഒരു ഊബർ വിളിച്ച് നേരെ വിട്ടോ, ഞാൻ ഡയറക്റ്റ് ക്ലിനിക്കിലേക്ക് വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാം. അപ്പോൾ ഞാനും പാറും ഊബർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ക്ലിനിക്കിലേക്ക്. അപ്പം ഞാനും പാറും അങ്ങനെ ഊബറിൽ യാത്രയായി. ഇപ്പം നിങ്ങൾ വിചാരിക്കും പാറു ഉറങ്ങുകയാണെന്ന്. അന്നല്ല, പാറു പേടിച്ചിരിക്കണ ഇരിപ്പാണ് കേട്ടോ. എന്നെയും നീരൂസിനെല്ലാം എൻ്റെ വേറൊരാളെ പെട്ടെന്ന് കാറിൽ കണ്ടപ്പോൾ ആൾ പേടിച്ച് കണ്ണൊക്കെ പൊത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഇരിപ്പായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഇത് ഡാഡിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ. അങ്ങനെ നമ്മൾ ക്ലിനിക്കിലെത്തി. കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടോ. അത് കാരണം അപ്പോയിൻമെൻറ്റ് ടൈം ആവണ വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നീരൂസ് വർക്ക് കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് ക്ലിനിക്കിലേക്ക് വന്നു. ഇവിടെ നമ്മളെ കറക്റ്റ് സമയത്ത് അപ്പോയിൻമെൻറ്റിനുള്ളിലൊക്കെ കയറ്റും. ഉള്ളിൽ കയറ്റി കഴിഞ്ഞതുപോലെ ഒരു റൂമിൽ കൊണ്ടിരുത്തും. അവിടെയാണ് കട്ട വെയിറ്റിങ്. അത് ചിലപ്പോൾ അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം. ഡോക്ടർ ഓരോരുത്തരെ നോക്കി വരണതിന് അനുസരിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പാറു ഇറങ്ങി. ഓക്കെ, എന്നാൽ രോഗി ഡോക്ടറെ തപ്പി പോവാന്ന് പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടലായി. പിന്നെ ഒരു തരത്തിൽ വിളിച്ച് ഉള്ളിൽ കയറ്റി. പാറുവിന് ഇവിടെ വന്ന ഓരോന്ന് എക്സ്പ്ലോറിങ്ങാണ്. അവൾ എക്സ്പ്ലോർ ചെയ്യണ കൂട്ടത്തിൽ നമ്മളും എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ മെയിൻ ഇരയാണ് നീരൂസ്. അവൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവനും ചെയ്യണം. അങ്ങനെ അവനെ അത് കൊണ്ടുവന്ന് ഇരുത്തി ചെയ്യിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പാറു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ വെറുതെ ഇരിക്കുകയാണല്ലോ, ഇനി കുറച്ചേരം അമ്മയെ ബുദ്ധിമുട്ടിക്കാം. അങ്ങനെ കുറേ അത് തുറക്കണം ഇത് തുറക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കസാരി കയറിയിരുന്ന് കറങ്ങണം. അങ്ങനെ ഒരു 2-3 റൗണ്ട് കറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എത്തി. അങ്ങനെ ഡോക്ടർ വന്ന് റെഗുലർ ചെക്കപ്പൊക്കെ ചെയ്തു. അവളെല്ലാം ഓക്കെയാണ്, അവൾക്ക് ഗ്രോത്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഡോക്ടർ എടുത്ത് കറക്റ്റ് ഇരുന്ന് കൊടുക്കും. അതാണ് ഒരു സമാധാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു മെക്ഡിയിലേക്ക് പോയി. പാറുവിൻ്റെ ഫേവറേറ്റ് ആണ് അവിടുത്തെ ബർഗറും ഫ്രൈസും. പിന്നെ അതൊക്കെ കഴിച്ച് അവിടുന്ന് പോന്നു. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.